നമുക്കറിയാം ഹരീഷ് കണാരൻ വന്നിട്ട് പൈസ തരാണ്ടെന്ന് പറഞ്ഞതും അതിൻ്റെ വിഷയങ്ങളും അതുകൊണ്ട് ബാദുഷ ബട്ട് ക്യാഷ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ചാടിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഹരീഷ് കണാരൻ വന്ന് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞപ്പോൾ ബട്ട് ക്യാഷ് തീർന്നു പോയി എന്നാവും ബാദുഷ വിചാരിച്ചത്. അല്ല, അത് തീർന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ സെറ്റായി. ഞങ്ങൾ അടുത്തൊരു പരിപാടിൻ്റെ പ്ലാനിങ്ങിലാണ്, അടുത്തൊരു പടത്തിൻ്റെ നമ്മളുള്ള പ്രശ്നങ്ങൾ പരിപാടികളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ദയവ് ചെയ്ത് ബട്ട് ക്യാഷ് വേണ്ട. ആ വിഷയം ഇവിടെ ഒന്നും തീരില്ല മിസ്റ്റർ ഹരീഷ് കണാരൻ. എനിക്ക് തോന്നുന്നു ഹരീഷ് കണാരന് വരെ ചിലപ്പോൾ കാശ് കിട്ടി കാണൂല. ഹരീഷ് കണാരൻ ആകെ കിട്ടിയിട്ടുണ്ടാവും എന്താ അറിയോ, അടുത്തൊരു സിനിമ ചെയ്യാം, ആ സിനിമയിൽ വേണമെങ്കിൽ റോള് തരാം, അപ്പോൾ നീ എന്ത് ചെയ്താൽ മതി, കാശിൻ്റെ കാര്യത്തിനുള്ള ഷെയറും തന്നിട്ട് പൈസ പണം കൂടാണെങ്കിൽ അതിന് പൈസ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ് നടത്തി കാണും. ബാദുഷ ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ ദിലീപ് സിനിമയുടെ പേരിൽ വേറൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു ചോദിക്കുന്ന സമയത്തുള്ളവരുടെ വാട്സാപ്പ് സ്ക്രീൻ റെക്കോർഡാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വോയിസ് ചെയ്യാം. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോ വന്നത്, അല്ലെങ്കിൽ താൻ വരൂലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് വല്ല കാര്യമുണ്ടോ? ഇവിടെ തന്നെ കാശ് തിരിച്ചു അതിന് സമയം വേണം, അതിന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. റോഷ അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യേണ്ട, നമുക്ക് ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്നൊന്ന് തുറന്ന് പറഞ്ഞാൽ മതി, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തും. ഇത് റോഷ് ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഷിനോയി പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി ഇതെല്ലാം ചെയ്തേനെ. കാര്യം ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റ് കൊടുത്ത് നിർത്തി വെക്കുവാണ്. അതുപോലെ 1-2 കേസുകൾ അത് ഷിനോയി ഏറ്റതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇന്നലെ എന്നോട് അറിയിച്ചാൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി അതെല്ലാം ക്ലിയർ ആയിരുന്നു. ഇത് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതെ വരുമ്പോൾ അത് ഭയങ്കര മോശമായി പോകാറേക്കടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ തന്നെ കാശ് കിട്ടാൻ നിയമപരമായിട്ട് എന്ത് വേണേലും മുമ്പോട്ട് കൊണ്ടുപോക്കോ, കിട്ടുമല്ലോ, എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ, എനിക്ക് സാവകാശം കിട്ടും, അപ്പൊ ഞാൻ തരാം. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരാൾ ബാദുഷ, അതായത് കൺവിൻസ് ചെയ്യണ ഒരാളെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞങ്ങൾ മറ്റേ മാറ്റി, അപ്പോൾ നിങ്ങൾക്ക് തരേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. പല രീതിയിലായിട്ട് ഒരുത്തന്നെ ഇന്ന് കാശ് മേടിച്ചിട്ട് ലാസ്റ്റ് അയാൾ ആ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞ ടൈം ഓൺ കോൺട്രാക്ട് ടൈം കഴിഞ്ഞിട്ടും പൈസ മുതൽ തിരിച്ച് കിട്ടാത്തപ്പോൾ ചോദിക്കുമ്പോൾ പോലീസുകാർ പോയി കേസ് തുടങ്ങണം, ഞാൻ പിന്നെ കാണാം എന്ന് പറയുന്നത് അത് എന്ത് മൂടാണ് മിസ്റ്റർ ബാദുഷ? റോഷകലാലാണ് അദ്ദേഹം വോയിസ് ഓഫ് സത്യനാഥന്റെ കോ പ്രൊഡ്യൂസറിൽ ഒരാളാണ്. എനിക്ക് ബാദുഷനെ 2021 10 ഡിസംബർ മുതലാണ് ബാദുഷന് പരിചയം. ഒരു PR വഴിയുള്ള ഒരു കണക്ഷൻ ആയിരുന്നു. ഞാൻ അതിന്റെ മുന്നേ ഒരു സിനിമ എടുത്ത് ആ സിനിമയുടെ ഭാഗമായി ഈ PR വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കൊച്ചിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ബാദുഷനെ കണക്ട് ചെയ്ത സമയത്ത് ബാദുഷ ആദ്യം തന്നെ എന്റെ അടുത്ത് ഒരു 20 ലക്ഷം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ കണ്ടിട്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതിൽ 20 ലക്ഷം രൂപ ഞാൻ അന്നേരം തന്നെ കൊടുത്തു. ഓക്കെ, എന്റെ ഓഫീസിൽ പെണ്ണ് അയച്ചു കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആള് ഒരു സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞു, ദിലീപിന്റെ ആക്ടർ ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ എന്നുള്ള സിനിമ ഷൂട്ട് നടക്കുന്ന കാര്യം എടുത്ത് പറഞ്ഞു. പക്ഷേ അത് എന്തൊരു കാരണം കൊണ്ട് ഷൂട്ടിംഗ് ബിറ്റ്വീൻ പോസായ കാര്യം. അതിന് ഭാഗമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു റോഷന്റെ അകത്ത് വന്നു. കാരണം അതിന്റെ മുന്നേ ദിലീപ് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, കേസു ഈ വീടിന്റെ ഐശ്വര്യ നമ്പർ. അതെ, യെസ്. അപ്പൊ ആ സിനിമയിൽ അവർ പറഞ്ഞ് എത്രയോ 15 ലക്ഷം രൂപ സിനിമ 38 കോടി രൂപയ്ക്ക് ഇതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കൊണ്ട് ഈ സിനിമ അതിന് കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ വേറൊരു സിനിമ ചെയ്തത് കാരണം എനിക്ക് കുറച്ച് കാശ് സ്റ്റക്ക് ആയിരുന്നു. ആൾ പറഞ്ഞു ഈ ആകാശ് ഇതിന്റെ ഒരു 3 ഇരട്ടി നിനക്ക് എന്തായാലും കിട്ടും പറഞ്ഞിട്ട് എന്നെ ഇതിനകത്ത് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഈ പല ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആക്ടർ ദിലീപ് ആളുടെ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞ ഇവിടെ എന്റെ അടുത്ത് കാശ് വാങ്ങി, ആളുടെ ലോയറിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതെനിക്ക് നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടാകാം, അതല്ലാതെ വേറെ കേസ് അറിയില്ല. സംഗതി ഒരാളെ പൈസ പോയതിൽ ചിരിക്കാല്ലോ, ഇവരൊക്കെ കൺവിൻസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ആലോചിക്കുന്ന. ഒരു മനുഷ്യനെ ദിലീപിന് കേസ് നടത്താൻ ബാദുഷ വേറൊരാളുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ദിലീപിന് കൊടുക്കുക. ദിലീപിന് ബാദുഷ കാശ് മേടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക ഏത് രീതിയിലാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് റിയൽ ലൈഫ് കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.